ഹലോ ഡിയേഴ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ ഒരു കാര്യം പഠിച്ചാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പിക്കാം. സോ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒരു സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 3.25 സെന്റിമീറ്റർ ആണ്, 3.25 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന ഒരു നീളമല്ല. സോ ആ ഒരു റേഡിയസ് ഉള്ള സർക്കിൾ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി ആണല്ലോ? സോ ഇവിടെ റേഡിയസ് r തന്നിട്ടുണ്ട്. അപ്പൊ ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത്, ആരം തന്നിട്ടുണ്ട്, വ്യാസം എത്രയാണ്? 3.25ന്റെ ഇരട്ടി, 3ന്റെ ഇരട്ടി 6 ആണ്, 0.25ന്റെ ഇരട്ടി 0.5. ഓക്കെ, 6.5 സെന്റിമീറ്റർ ആണ്. അതിൽ ഒരു സംശയം ആർക്കും ഇല്ലല്ലോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 6.5 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നു. ഓക്കെ, 6.5 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. അടുത്ത സ്റ്റെപ്പ്, കോമ്പസ് എടുക്കുക. ഈ പോയിന്റിന് ഞാൻ എ എന്നും ഈ പോയിന്റിന് ഞാൻ ബി എന്നും പേര് കൊടുക്കുന്നു. സെറ്റ് ആണല്ലോ? വരയ്ക്ക് AB എന്ന് പേര് കൊടുത്തു. ഇനി എ എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുന്നു. എ ബിയുടെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് എടുത്തിട്ട് എ ബിന്റെ പകുതി കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുന്നു. മുകളിൽ ആർക്ക് വരയ്ക്കുന്നു, താഴെ ആർക്ക് വരയ്ക്കുന്നു. സെറ്റ് ആണോ? എയിൽ കോമ്പസ് വെക്കുന്നു, മുകളിൽ ആർക്ക് വരയ്ക്കുന്നു, താഴെ ആർക്ക് വരയ്ക്കുന്നു. ഇനി ബിയിൽ കോമ്പസ് വെക്കുന്നു, മുകളിൽ ആർക്ക് വരയ്ക്കുന്നു, താഴെ ആർക്ക് വരയ്ക്കുന്നു. സെറ്റ് ആണോടാ? മുകളിൽ ആർക്ക്, താഴെ ആർക്ക്. സിമ്പിൾ അല്ലേ? ഇനി ഈ വരച്ച 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയല്ലോ, അതിനെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് സെന്ററിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അത് കറക്റ്റ് സെന്ററിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് നമ്മളുടെ സർക്കിളിന്റെ സെന്റർ. O എന്ന് പറയുന്നതാണ് സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും, ഇവിടെ OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും റേഡിയസ് ആണ് അഥവാ ആരമാണ്. എത്രയാണ് ആരം? 6.5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 3.25 സെന്റിമീറ്റർ ആണ്. 3.25 സെന്റിമീറ്റർ ആണ് ഇവിടെ ആരം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക്, ആ നീളം നിങ്ങൾക്ക് കോമ്പസിൽ എടുക്കാം. ഈ നീളം കോമ്പസിൽ എടുത്തിട്ട് സർക്കിൾ വരയ്ക്കാം. O എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുന്നു, O എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുന്നു, സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ ആണോ? O എന്ന് പറയുന്ന പോയിന്റിൽ സർക്കിൾ O എന്ന് പറയുന്ന പോയിന്റില് കോമ്പസ് വെക്കുന്നു. O ആണ് നമ്മളുടെ സെന്റർ, സർക്കിൾ വരയ്ക്കുന്നു. അതാണ് നമ്മളുടെ സ്റ്റെപ്പ്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? 3.25 സെന്റിമീറ്റർ ഉള്ള സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഡയമീറ്റർ 6.5 സെന്റിമീറ്റർ, ആ ലൈൻ വരയ്ക്കുന്നു. AB 6.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? എന്നിട്ട് അതിന്റെ ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുന്നു. ഈ മോഡലിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്നലത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് നിർബന്ധമായിട്ടും കാണുക. ഓക്കെ ആണല്ലോ? സോ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ ആണേ? ഫസ്റ്റ് ലൈൻ വരയ്ക്കുന്നു, ലൈനിന്റെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുന്നു, മുകളിൽ ആർക്ക്, താഴെ ആർക്ക്. കോമ്പസ് ബിയിൽ വെക്കുന്നു, മുകളിൽ ആർക്ക്, താഴെ ആർക്ക്. ഓക്കെ, ഇനി അത് തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലംബ സമഭാജിയായി. ഓക്കെ, ഇനി ആ O ആണ് നമ്മളുടെ സർക്കിളിന്റെ സെന്റർ. O സെന്റർ ആയിക്കൊണ്ട് OB റേഡിയസ് ആയിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 4 മാർക്കാണ് ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നമുക്ക് ഗംഭീരമായിട്ട് തുടർന്നും പഠിക്കാം. സൈലത്തിന്റെ കൂടെ തന്നെ വരിക. സോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പോവുക. ഗുഡ് ബൈ.